യെസ്. അപ്പൊ നമ്മൾ ചില ഹെഡ് ഓഫ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരാം, ലോസ് വരാം അല്ലെ. ഹൗസ് പ്രോപ്പർട്ടിക്കൊക്കെ ചിലപ്പോൾ എപ്പോഴും ഇൻകം വരണം എന്നില്ലല്ലോ, ചിലപ്പോൾ ലോസ് വരാം അല്ലെ. ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ലോസസ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ്. സാധാരണഗതിയിൽ ലോസ് വരാൻ പോസിബിലിറ്റി ഉള്ള 3 ഹെഡ് ഓഫ് ഇൻകം ഏതൊക്കെയാ? ഹൗസ് പ്രോപ്പർട്ടി നഷ്ടം വരാം, ക്യാപിറ്റൽ ഗെയിനിന് നഷ്ടം വരാം, ബിസിനസ്സിന് നഷ്ടം വരാം. ഓക്കെ അല്ലെ. സച്ച് ലോസസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് എഗൈൻസ്റ്റ് ഇൻകം ഓഫ് ദ സെയിം ഇയർ. ഇങ്ങനെ നഷ്ടം വരികയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ ആ നഷ്ടം എന്ത് ചെയ്യാം? അയാളുടെ മറ്റുള്ള ഇൻകവുമായിട്ട് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അതിനെയാണ് സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയാ. ക്ലിയർ ആയോ? സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് ഏതെങ്കിലും ഹെഡിൽ നിന്നും എന്ത് വന്നാൽ, ഏതെങ്കിലും ഹെഡിൽ നിന്ന് എന്ത് വന്നാൽ പറയുന്നെങ്കിൽ, ഏതെങ്കിലും ഹെഡിന് എന്ത് വന്നാൽ, ലോസ് വന്നാൽ, നഷ്ടം വന്നാൽ, ആ നഷ്ടം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞേ, എന്ത് ചെയ്യാന്ന് പറഞ്ഞേ, വേറെ ഇൻകവുമായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോ ഒരു സാലറി ഒരു 50,000 രൂപയുണ്ട്. ഓക്കെ. അപ്പൊ ഒരു വർഷത്തിൽ ഒരു 6 ലക്ഷം രൂപയായി അല്ലേ. എനിക്ക് ബിസിനസ്സിൽ നിന്ന് ഒരു 50,000 രൂപ നഷ്ടം വന്നു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ആ 6 ലക്ഷത്തിന്ന് ഈ പറയുന്ന 50,000 രൂപ കുറച്ചിട്ട് ബാക്കി 5.5 ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ മതി. കത്തിയോ? അതായത് ഒരാൾക്ക് ഏതെങ്കിലും ഹെഡ് ഓഫ് ഇൻകത്തിന് നഷ്ടം വന്നാല് ആ നഷ്ടം അയാൾക്ക് വേറെ ഇൻകം ഉണ്ടെങ്കിൽ അതുമായിട്ട് എന്ത് ചെയ്യാം? അതുമായിട്ട് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിനെ പറയുന്ന പേരാണ് സെറ്റ് ഓഫ് ലോസസ്. ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ? സെറ്റ് ഓഫ് എന്താണെന്ന് മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് നിങ്ങളും കൂടി റെസ്പോണ്ട് ചെയ്താൽ ഇത് കാര്യമുള്ളൂ. പറയൂ, ക്ലിയർ ആയോ? സെറ്റ് ഓഫ്. ഓക്കെ. ഈ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ സെറ്റ് ഓഫ് ചെയ്യാം. സെറ്റ് ഓഫ് അണ്ടർ ദ സെയിം ഹെഡ് ഉണ്ട്, സെറ്റ് ഓഫ് അണ്ടർ അതർ ഹെഡ് ഉണ്ട്. എന്താ സെയിം ഹെഡ് എന്ന് പറഞ്ഞാൽ കണ്ടോ, സെറ്റ് ഓഫ് അണ്ടർ അതർ ഹെഡ്സ് ഉണ്ട്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് 2 ബിസിനസ് ഉണ്ട് മക്കളെ. ഒരു ബിസിനസ്സിൽ നിന്ന് എനിക്ക് ഇൻകം വന്നു, വേറൊരു ബിസിനസ്സിൽ നിന്ന് നഷ്ടം വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ നഷ്ടത്തിനെ ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തൂടെ? സെറ്റ് ഓഫ് ചെയ്തൂടെ? അതാണ് സെയിം ഹെഡ്. ഒരേ ഹെഡ് അല്ലേ, ഒരേ ഇൻകം അല്ലേ, ഒരേ ഹെഡ് ഓഫ് ഇൻകം അല്ലേ ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഞാൻ സാലറിന്നോ ഹൗസ് പ്രോപ്പർട്ടി ഞാൻ എടുത്തില്ലല്ലോ, സെയിം ബിസിനസ് തന്നെ എടുത്ത് സെറ്റ് ഓഫ് ചെയ്തേ. മനസ്സിലായോ? ക്ലിയർ ആയോ? സെയിം ഹെഡ് എന്ന് പറഞ്ഞാ ഇതിനെ നമ്മൾ ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്നും പറയാറുണ്ട്. ഓർത്ത് വെക്കാം കേട്ടോ, ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്. ഇനി എനിക്ക് ബിസിനസ്സിൽ നഷ്ടം വന്നു, ആ നഷ്ടം ഞാൻ എന്ത് ചെയ്തു? ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തു. അപ്പൊ സെയിം ഹെഡ് ആണോ? അത് സെയിം ഹെഡ് ആണോ? അല്ല, അത് അങ്ങനെ ഹെഡാണ്. അങ്ങനെയും എനിക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ സെറ്റ് ഓഫ് പഠിക്കാൻ ഏറ്റവും ഈസി വേ എന്നറിയോ? ഈ ടേബിളാ. എന്ത് സിമ്പിളാ നോക്കി ടേബിള്. ഈ ഒരൊറ്റ ടേബിൾ പഠിച്ചാൽ മതി ആ തിയറി പഠിക്കാൻ. പറഞ്ഞോട്ടെ, ഞാൻ റെഡി ആണോ എല്ലാവരും? ടേബിൾ ക്ലിയർ അല്ലേ? ഓക്കെ. അതായത് പഠിച്ച മക്കളെ, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും നഷ്ടം വന്നാൽ നമുക്ക് ഏതൊക്കെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം? ഒന്നില്ലെങ്കിൽ വേറെ ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് ഉണ്ട്. ചിലപ്പോ ഒരാൾക്ക് 2 or 3 ഹൗസ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടാവാം അല്ലെ. അപ്പൊ ഒരു ഹൗസ് പ്രോപ്പർട്ടി നഷ്ടം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹൗസ് പ്രോപ്പർട്ടി നഷ്ടം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള ഇൻകവുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അതായത് ആ പറയുന്ന ലോസ് കുറച്ച് ബാക്കിയുള്ള ഇൻകത്തിന് ടാക്സ് അടച്ചാൽ മതി. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നഷ്ടം വന്നാൽ വേറെ ഇൻകം ഉണ്ടെങ്കിൽ, വേറെ ഹൗസ് പ്രോപ്പർട്ടിന്ന് ഇൻകം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ ലോസ് കുറച്ചിട്ട് ബാക്കിയുള്ള പൈസക്ക് ടാക്സ് അടച്ചാൽ മതി. അതിനാണ് സെറ്റ് ഓഫ് എന്ന് പറയാം. ഇനി ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് മാത്രമല്ല, എനി അതർ ഹെഡ് ഓഫ് ഇൻകം അപ് ടു ₹2 lakh. അതായത് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് മാത്രം എടുത്തല്ല സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക. പിന്നെ എവിടെ നിന്നൊക്കെ എടുക്കാം? ബാക്കിയുള്ള ഹെഡ്, അതായത് സാലറിന്ന് എടുക്കാം, പിന്നെയോ ബിസിനസ്സിൽ നിന്ന് എടുക്കാം, അതർ സോഴ്സിൽ നിന്ന് എടുക്കാം, ക്യാപിറ്റൽ ഗെയിൻ എടുക്കാം. പക്ഷെ അവിടെ നിന്നൊക്കെ എടുക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്. എത്ര രൂപ വരെ എടുക്കാൻ പറ്റുള്ളൂ? എത്ര രൂപ വരെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? 2 ലക്ഷം. 2 ലക്ഷം. എല്ലാവർക്കും ക്ലിയർ ആയ? ഹൗസ് പ്രോപ്പർട്ടി കേസ് മനസ്സിലായോ? അപ്പൊ ഹൗസ് പ്രോപ്പർട്ടിക്ക് നഷ്ടം വന്നാൽ എവിടെ നിന്നൊക്കെ എടുത്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞേ?
എവിടെ നിന്നൊക്കെ എടുത്ത് സെറ്റ് ഓഫ് ചെയ്യാം? അതർ ഹൗസ് പ്രോപ്പർട്ടിന്ന് എടുക്കാം. അതർ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. അല്ലെങ്കിലോ അതർ ഹെഡ് അതർ ഹെഡ് എത്ര മാക്സിമം എത്ര വരെ പറ്റുള്ളൂ? 2 ലക്ഷം. 2 ലക്ഷം. സെറ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യും പിള്ളേരെ. ഒന്നും മിണ്ടുന്നില്ല ആരും. ആരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യോ? മൈക്ക് ഓൺ ആക്കി. ഓക്കെ സർ. ഓക്കെ യെസ്. അടുത്താണ് ലോസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സിന്നോ പ്രൊഫഷനിന്നോ നഷ്ടം വന്നാൽ എങ്ങനെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം? ഏതെങ്കിലും മറ്റുള്ള ബിസിനസ് ഓർ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അല്ലെങ്കിലോ എനി അതർ ഹെഡ് ഓഫ് ഇൻകം എക്സെപ്റ്റ് സാലറി. എന്തായിട്ട് മാത്രം പറ്റില്ല? എന്തായിട്ട് മാത്രം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല ബിസിനസ്സിൽ നഷ്ടം വന്നാല്? സാലറി. സാലറിയുടെ വരുമാനം വെച്ച് മാത്രം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ബാക്കി ഏത് ഹെഡിങ് എടുക്കാം. മനസ്സിലായോ? അത് പഠിച്ചിങ്ങനെ. അപ്പൊ ലോസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ വന്നാൽ, ബിസിനസ്സിന്നോ പ്രൊഫഷനിന്നോ നഷ്ടം വന്നാൽ വേറെ ബിസിനസ് ഓർ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതൊരു ഹെഡ് ഓഫ് ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടി എടുക്കാം, ക്യാപിറ്റൽ ഗെയിൻ എടുക്കാം, അതർ സോഴ്സ് എടുക്കാം. പക്ഷെ എന്ത് പറ്റൂല? എന്ത് പറ്റൂല? സാലറീസ് പറ്റൂല. ഇൻകമായിട്ട് മാത്രം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല. അടുത്ത ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ്. സ്പെക്കുലേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? സ്പെക്കുലേറ്റേഴ്സ്, സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഷെയർ മാർക്കറ്റ്. ഈ ഷെയർ മാർക്കറ്റിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടം വന്നാല് നമുക്ക് അത് നികത്താൻ പറ്റുമോ? നഷ്ടം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും? പറ്റും. പക്ഷെ എന്ത് വരണം? ഇൻകം ഫ്രം സ്പെക്കുലേഷൻ, വേറെ സ്പെക്കുലേഷൻ ബിസിനസ് ഇൻകം വരണം. അല്ലാതെ വേറെ എവിടെ നിന്ന് എടുക്കാൻ പറ്റൂല. മനസ്സിലായോ? സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നഷ്ടം വന്നാൽ എന്തുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? സ്പെക്കുലേഷൻ ഇൻകം. സ്പെക്കുലേഷൻ ഇൻകം വരണം കേട്ടോ. അതുപോലെ സ്പെസിഫൈഡ് ബിസിനസ്, അത് പറയും. ഇന്ന സ്പെസിഫൈഡ് ബിസിനസ് ക്വസ്റ്റ്യനിൽ പറയും. അങ്ങനെ സ്പെസിഫൈഡ് ബിസിനസ്സിൽ നഷ്ടം വന്നാൽ ആ സ്പെസിഫൈഡ് ബിസിനസ്സിന് തന്നെ ഇൻകം വരണം. കത്തിയോ? ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. എന്താ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് നമുക്ക് നഷ്ടം വന്നു. എന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് നഷ്ടം വന്നാൽ ആ നഷ്ടം നമുക്ക് നികത്താലോ. എവിടെ നിന്നൊക്കെ നികത്താം? എവിടെ നിന്നൊക്കെ എടുത്ത് നികത്താം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് നികത്താം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും എടുത്ത് നികത്താം. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വന്നാൽ, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന നഷ്ടമല്ലേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ്? അത് വന്നാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നെ വരണം. ഒരിക്കലും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുത്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വന്നാൽ എവിടെ നിന്നൊക്കെ എടുത്ത് നികത്താം? ആ നഷ്ടം എവിടെ നിന്നൊക്കെ എടുത്ത് നികത്താം? ഷോർട്ട് ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വന്നാലോ? ലോങ് ടേം മാത്രം മാത്രമേ പറ്റുള്ളൂ. ഇനി ഹോഴ്സ് റേസ്, കുതിരപ്പന്തയത്തിൽ നഷ്ടം വന്നു, ലോട്ടറിയിൽ നഷ്ടം വന്നു. ലോട്ടറി നിൽക്കട്ടെ, കുതിരപ്പന്തയത്തിൽ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ കുതിരപ്പന്തയത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇൻകം വരണം. എന്നാലേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസ്. ഹോഴ്സ് റേസിൽ നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഹോഴ്സ് റേസ് നമ്മൾ കുറച്ച് പൈസയൊക്കെ ഇറക്കി പക്ഷെ വലിയ ലാഭമൊന്നും ഉണ്ടായില്ല, നഷ്ടം സംഭവിച്ചെങ്കിൽ നമുക്ക് ഹോഴ്സ് റേസിൽ തന്നെ വേറെ ഹോഴ്സ് റേസിൽ നമുക്ക് ഇൻകം വരണം. എന്നാലേ നമുക്ക് ആ നഷ്ടം നികത്താൻ പറ്റുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി ക്രോസ് വേർഡ് പസിൽസ്, ലോട്ടറി അടിക്കുക, ക്രോസ് വേർഡ് പസിൽസ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ ലോട്ടറി അടിച്ചില്ല, നഷ്ടമല്ലേ? ഞാനൊരു ഓണം ബമ്പർ എടുത്തു 500 രൂപയ്ക്ക്, ഒരു 10 എടുത്തു. അപ്പൊ എത്ര രൂപയായി ചെലവ്? 500 രൂപയുടെ ലോട്ടറി എടുത്തി, അപ്പൊ 5000 രൂപയായി ചെലവ് അല്ലെ? ലോസ് ആണ് എനിക്ക്. ലോട്ടറി ഒന്നും അടിച്ചില്ല, അപ്പൊ 5000 നഷ്ടമല്ലേ? എനിക്ക് 5000 നഷ്ടം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സാലറി ഇൻകത്തിന്നോ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിന്നോ കുറയ്ക്കാൻ പറ്റുമോ? എനിക്ക് 5000 ചെലവായിട്ടുണ്ട്, അത് കുറച്ച് ബാക്കിയുള്ള പൈസക്ക് ഞാൻ ടാക്സ് അടയ്ക്കുള്ളൂ എന്ന് പറഞ്ഞാൽ സമ്മതിക്കവര്? ഇല്ല. അപ്പൊ ലോട്ടറിയിൽ നിന്നോ ക്രോസ് വേർഡ് പസിൽസിൽ നിന്നോ ഗാംബിളിംഗിൽ നിന്നൊക്കെ നമുക്ക് നഷ്ടം വന്നാൽ അത് കനോട്ട് ബി സെറ്റ് ഓഫ്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പോയത് തന്നെയാണ്. ഒരിക്കലും വേറെ വരുമാനം വെച്ച് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല. ക്ലിയർ? കത്തിയാ? യെസ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു എക്സാമ്പിൾ ചോദിച്ചോട്ടെ. ഇപ്പൊ ഹൗസ് പ്രോപ്പർട്ടി നഷ്ടം വന്നു, വേറൊരൊറ്റ ഇൻകം ഇല്ലേ നമുക്ക്, അപ്പൊ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ?
പറ്റോ? ഹൗസ് പ്രോപ്പർട്ടി ഇല്ല. നഷ്ടം വന്നു, പക്ഷെ വേറെ ഒരൊറ്റ ഇൻകം ഇല്ല. അപ്പൊ എന്ത് ചെയ്യും ആ ലോസ്? സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയൂല. പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത വർഷത്തേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യും. അടുത്ത വർഷം വല്ല വരുമാനം ഉണ്ടെങ്കിൽ അതീ നമുക്ക് വേണമെങ്കിൽ നികത്താം. മനസ്സിലായോ? അങ്ങനെ ക്യാരി ഫോർവേഡും ചെയ്യാം കേട്ടോ. ആ ക്യാരി ഫോർവേഡിന്റെ ടേബിൾ ആണിത്. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഞാൻ ഒരു പ്രോബ്ലം കാണിച്ചു തരാം നിങ്ങൾക്ക്. റെഡിയാണോ പ്രോബ്ലം ചെയ്യാൻ? ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം കാണിച്ചു തരാം കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾ? കാണുന്നുണ്ടോ സ്ക്രീൻ? യെസ്. കാണുന്നുണ്ട്. ഇതൊരു ഓൾഡ് ആണ്, നമുക്ക് പുതിയതിലേക്ക് പോവാം. അപ്പൊ അതിനു മുമ്പ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കാണിച്ചു തരാണ്. മിസ്റ്റർ രാമസ്വാമി ഓഫ് ചെന്നൈ സബ്മിറ്റ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദ അസസ്മെന്റ് ഇയർ 2022-23. അതിൽ ഇൻകം ഫ്രം സാലറി ഉണ്ട്. എത്രയാ സാലറി ഇൻകം? എത്രയാളുടെ സാലറിയിൽ നിന്നുള്ള വരുമാനം എത്രയാ? 2,42,000. അത് ബ്രാക്കറ്റില് കമ്പ്യൂട്ടർ എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം എന്താണെന്ന് അറിയോ? നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാറില്ലേ ഒരു 50,000 സാലറിന്ന് അവസാനം, ഓർക്കുന്നില്ലേ? യെസ്. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ്. ഇനി വീണ്ടും കുറയ്ക്കൊന്നും വേണ്ട. അപ്പൊ ഇത് ഇൻകം ഫ്രം സാലറി ആണ്, 2,42,000. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് ഇയാൾക്ക്. ഹൗസ് പ്രോപ്പർട്ടി എ ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ബി ഉണ്ട്. എയിൽ നിന്ന് ആൾക്ക് എന്താ വരണേ? എയിൽ നിന്ന് എന്താ വരണേ ആൾക്ക്? 33,000. ഇൻകം ആണ്. പക്ഷെ ബിയിൽ നിന്നാണെങ്കിലോ നഷ്ടം വരണേ, ഒരു 40,000 രൂപ നഷ്ടം. ഇനി സ്പെക്കുലേഷൻ ബിസിനസ് നഷ്ടം വന്നിട്ട് ഒരു 10,000 രൂപ. കയർ ബിസിനസ് ഒരു 1,40,000 പ്രോഫിറ്റ് ഉണ്ട്. ടെക്സ്റ്റൈൽ ബിസിനസ് ഒരു 80,000 രൂപ ലോസ് ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് ഒരു 10,000 രൂപ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒരു 3 ലക്ഷം ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഒരു 1,30,000 ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി, അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി മാത്രം എന്നാൽ അത് അതർ സോഴ്സിൽ പെടുന്നതാണ്. എങ്കിൽ അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ 5 ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് വരുന്ന ഇൻകം കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ അല്ലേ? ഒരാൾക്ക് 5 ഹെഡിലൂടെ ഇൻകം വരാം. ആ എല്ലാ ഇൻകം കൂടി കൂട്ടി കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എന്ത്? ഗ്രോസ് ടോട്ടൽ. നമുക്ക് ഓർഡറിൽ എഴുതണം കേട്ടോ. ഫസ്റ്റ് ഹെഡ് ഏതാ? നമ്മുടെ സാലറി ആണോ ഹൗസ് പ്രോപ്പർട്ടി ആണോ? സാലറി. എഴുതാം. അപ്പൊ 2,42,000 നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതി. കണ്ടോ? ഇൻകം ഫ്രം സാലറി 2,42,000. ക്ലിയർ? കത്തിയോ? യെസ്. ഇനി ഹൗസ് പ്രോപ്പർട്ടി എടുക്കാം. ഹൗസ് പ്രോപ്പർട്ടി ഒരെണ്ണത്തിൽ നമുക്ക് 33,000 രൂപ ലാഭമാണ്. ഒരെണ്ണത്തിന്നോ 40,000 രൂപ നഷ്ടം. നമുക്ക് നഷ്ടം നികത്താം അല്ലേ? പക്ഷെ നഷ്ടം നികത്താൻ നമുക്ക് ആദ്യം സെയിം ഹെഡ് ഉണ്ടോ നോക്കണം. സെയിം ഹെഡ് ഉണ്ടല്ലേ? ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ 33,000 അല്ലേ ഉള്ളൂ വരുമാനം. നമുക്ക് 40,000 നഷ്ടമില്ലേ? ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 40,000 രൂപ നഷ്ടം 33,000 നമ്മൾ സെറ്റ് ഓഫ് ചെയ്താലും ബാക്കി ഒരു 7,000 രൂപ നഷ്ടം വരില്ലേ? വരില്ലേ? 33,000 നമുക്ക് ഇൻകം ഉള്ളൂ, അത് ഇന്ന കോളത്തിൽ എഴുതാം. ലെസ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 40,000 എഴുതാം. അപ്പോഴും നമുക്കൊരു -7,000 രൂപ ലോസ് ഇല്ലേ? ഉണ്ട്. പ്രോപ്പർട്ടിന്ന് വരുമാനം ആകെ 33,000 ഉള്ളൂ. വേറെ ഹൗസ് പ്രോപ്പർട്ടിന്ന് ഒരു 40,000 ചെലവാ, ലോസ് ആണ്. അപ്പൊ നഷ്ടം നികത്താൻ ഫുൾ ആയിട്ട് പറ്റില്ല. ഒരു 7,000 അപ്പോഴും ബാക്കി വരും. ആ 7,000 നമുക്ക് എന്ത് ചെയ്യാം? സാലറി എടുത്ത് സെറ്റ് ഓഫ് ചെയ്തൂടെ? ഹൗസ് പ്രോപ്പർട്ടി ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഒന്നില്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിന്ന് സെറ്റ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷെ മാക്സിമം എത്ര രൂപ വരെ പറ്റുള്ളൂ? 2 ലക്ഷം. ഇതിപ്പോ 7,000 കുറച്ചുകൂടെ, ഇപ്പോ കുറയ്ക്കാലോ? കുറക്കാം. അതുകൊണ്ട് -7,000 ഔട്ടർ കോളത്തിൽ എഴുതാം കേട്ടോ. ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞു. അടുത്തത് ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ്. സ്പെക്കുലേഷൻ ബിസിനസ് വന്നാൽ എന്തായിരുന്നു റൂള്? സ്പെക്കുലേഷൻ ബിസിനസ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നഷ്ടം വന്നാൽ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് തന്നെ ഇൻകം വരണം, അത് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ. പക്ഷെ ഇവിടെ ഇല്ലല്ലോ, സ്പെക്കുലേഷൻ ബിസിനസ് ഇൻകം ഉണ്ടോ? അപ്പൊ 10,000 നമുക്ക് ഒരിക്കലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇന്നർ കോളത്തിൽ എഴുതാം. ലോസ് ഫ്രം സ്പെക്കുലേഷൻ C/F എന്ന് പറഞ്ഞാൽ അത് അടുത്ത വർഷത്തേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു. അടുത്ത വർഷത്തേക്ക് ആ 10,000 രൂപ ക്യാരി ഫോർവേഡ് ചെയ്തു. ക്ലിയർ ആയോ? കത്തിയോ? അടുത്ത ബിസിനസ് ഇൻകം ആണേ. അതിൽ നമുക്ക് 2 ബിസിനസ് ഉണ്ട്. കയർ ബിസിനസ് ഉണ്ട്, ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ട്. കയർ ബിസിനസ്സിൽ നിന്ന് നമുക്ക് 1,40,000 രൂപ ഇൻകം ആണ്. ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്നാണെങ്കിലോ
ലോസ് 80,000 രൂപ ലോസ് ആണ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? നമുക്ക് സെറ്റ് ഓഫ് ചെയ്തൂടെ? സെറ്റ് ഓഫ് ചെയ്യാം. പ്രോഫിറ്റ് നമുക്ക് 1,40,000 ഉണ്ടല്ലോ, നഷ്ടമാകെ 80,000 അല്ലേ ഉള്ളൂ. അപ്പൊ 1,40,000 80,000 കുറച്ച് ബാക്കി ഇൻകം 60,000 ഔട്ടർ കോളത്തിൽ എഴുതാം. കത്തിയോ? Yes. ഇനി നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഗെയിൻ ആയതുകൊണ്ട് ഇൻകം ആണ്, അത് നമുക്ക് ഔട്ടർ കോളത്തിലേക്ക് ഡയറക്റ്റ്ലി എഴുതാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 10,000. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒരു 3 ലക്ഷം ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട് 1,30,000. അപ്പൊ എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് ചെയ്തൂടെ? ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വന്നാൽ എന്തായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? ലോങ് ടേം എന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 3 ലക്ഷം ഉണ്ടല്ലോ, ആ 3 ലക്ഷത്തിന്ന് ഈ 1,30,000 കുറച്ച് ബാക്കി 1,70,000 ഔട്ടർ കോളത്തിൽ എഴുതാം. സെറ്റ് ആയോ? ക്ലിയർ? ക്ലിയർ? അടുത്ത ലാസ്റ്റത്തെ ഇൻകം ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്. അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. നമ്മൾ അതെടുത്ത് എഴുതി ടോട്ടൽ ചെയ്തു. അതാണ് GTI. സിമ്പിൾ അല്ലേ സെറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ? ആ റൂൾ അറിഞ്ഞാലേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ക്ലിയർ? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തത് ഇന്നർ കോളത്തിൽ എഴുതണം അല്ലേ? ഇതിൽ C/F എന്നിട ക്യാരി ഫോർവേഡ്. എല്ലാവർക്കും ക്ലിയർ ആയോ മക്കളെ? സെറ്റ് ഓഫ് ചെയ്യാൻ മനസ്സിലായോ? സിമ്പിൾ ആണ്. ആ ടേബിൾ മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട കേട്ടോ. ടേബിൾ മാത്രം പഠിക്കാം. ഇനി ക്യാരി ഫോർവേഡ് ഉണ്ട്. എന്താണെന്നറിയോ ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാല്? ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വർഷത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇപ്പൊ അടുത്ത വർഷം ഇൻകം വന്നില്ലെങ്കിലോ? പിന്നത്തെ വർഷത്തേക്ക്. അപ്പൊ ഇതിനൊരു പരിധിയില്ല, വെറുതെ ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പൊ അതിനൊരു റൂൾ ഉണ്ട്, അതാണ് ഞാൻ പറയാൻ പോണേ. ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? പറഞ്ഞോട്ടെ. ഹൗസ് പ്രോപ്പർട്ടിക്ക് നഷ്ടം വന്നാൽ നമുക്ക് 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. കത്തിയോ? ഹൗസ് പ്രോപ്പർട്ടിയുടെ നഷ്ടം നമുക്ക് എത്ര വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം? 8 years. ലോസ് ഫ്രം ബിസിനസ് വന്നാലോ? അതും 8 വർഷം. ബിസിനസ്സിൽ നഷ്ടം വന്നാൽ അടുത്ത വർഷം നമുക്ക് ഇൻകം വന്നില്ല, അത് നമ്മൾ അവിടെ നിൽക്കട്ടെ, പിന്നത്തെ വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. പിന്നെ വന്നില്ല, പിന്നത്തെ വർഷം. അങ്ങനെ എത്ര വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം? 8 years. സ്പെക്കുലേഷൻ ബിസിനസ് ആണെങ്കിൽ മാത്രം എത്ര വർഷം? 4 years. സ്പെസിഫൈഡ് ബിസിനസ് ആണെങ്കിൽ, സ്പെസിഫൈഡ് ബിസിനസ് ക്വസ്റ്റ്യനിൽ പറയും, അതിന് നോ ടൈം ലിമിറ്റ്, അതിന് സമയപരിധി ഇല്ല, എത്ര വർഷം വേണമെങ്കിലും ക്യാരി ഫോർവേഡ് ചെയ്യാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ലോങ് ടേം ക്യാപിറ്റൽ ലോസും 8 വർഷം. പക്ഷേ ഹോഴ്സ് റേസ് ഇല്ലേ, ഹോഴ്സ് റേസിൽ നഷ്ടം വന്നാലോ? അത് 4 വർഷം. അപ്പൊ 4 വർഷം വരണ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? 4 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന 2 എണ്ണം ഏതൊക്കെയാ? സ്പെക്കുലേഷൻ ലോസും ഹോഴ്സ് റേസും. ഓർത്ത് വെക്കാം കേട്ടോ. ഹോഴ്സ് റേസിന് വരുന്ന നഷ്ടവും അതുപോലെ സ്പെക്കുലേഷൻ ബിസിനസ്സിലെ നഷ്ടം എത്ര വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം? 4 years. സ്പെസിഫൈഡ് ബിസിനസ്സിന് നോ ടൈം ലിമിറ്റ്, ബാക്കിയൊക്കെ 8 വർഷം. എന്ത് സുഖം പഠിക്കാൻ അല്ലേ? അപ്പൊ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് തിയറി എസ്സേ ചോദിച്ചാൽ എഴുതില്ലേ മക്കളെ? ഈ 2 ടേബിൾ എഴുതിയാൽ മതി, ഫുൾ മാർക്ക് സെറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ബിസിനസ് ഇൻകം സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ബിസിനസ് ഇൻകത്തിന് ചിലപ്പോൾ ആ വർഷത്തെ കുറച്ച് എക്സ്പെൻസുകളൊക്കെ ചിലപ്പോൾ വരാം. അപ്പൊ നമ്മൾ അതൊക്കെ കുറയ്ക്കണം. അതിന് ഓർഡർ ഉണ്ട്. തോന്നിയ പോലെ നമുക്ക് കുറയ്ക്കാൻ പറ്റൂല. ആദ്യം ആ വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കറണ്ട് ഇയറിലെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് വേണം ആദ്യം കുറയ്ക്കാൻ. ഏത് സെറ്റ് ഓഫ് ചെയ്യുമ്പോഴാ? ഏത് ഹെഡ് ഓഫ് ഇൻകം സെറ്റ് ഓഫ് ചെയ്യുമ്പോഴാ? ബിസിനസ് ഇൻകം. ഓർത്ത് വെച്ചോട്ടെ, ബിസിനസ് ഇൻകം. അപ്പൊ ആദ്യം ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാനിങ് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനില് അതുണ്ടെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. മൂന്നാമത് കഴിഞ്ഞ വർഷത്തെ ലോസ്, ക്യാരി ഫോർവേഡ് ചെയ്ത ലോസ് ഇല്ലേ കഴിഞ്ഞ വർഷം, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ബിസിനസ്സിന് നഷ്ടം ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യുക. പിന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യുക. ലാസ്റ്റ് അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻസസ് ഓൺ സയന്റിഫിക് റിസർച്ച്. ഇത് ഈ ഓർഡറിൽ 5 പഠിക്കണേ. ഒന്ന് പറഞ്ഞേ, എങ്ങനെ ഏത് ഓർഡറിലാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാള്? ആദ്യം കറണ്ട് ഇയറിലെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ദെൻ കഴിഞ്ഞ വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള ബിസിനസ് ലോസ്,
അൺഅബ്സോർബ്ഡ് പിന്നെ ഡിപ്രീസിയേഷൻ. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഓക്കെ, പിന്നെ അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻസ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ കയ്യിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അത് വാങ്ങണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയില്ല, കാരണം നമ്മൾ ഓൾറെഡി അയച്ചു തരുന്നതാണ് നോട്ട്സ് ഒക്കെ. എസ് ഇ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഓക്കെ, 10 മാർക്കിന്റെ എസ് ഇ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പറഞ്ഞോട്ടെ, പറയട്ടെ. സ്ക്രീൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. Okay. Mr. A furnishes the following particulars. Compute his total income. Total income എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് അവർ ഉദ്ദേശിക്കണേ. ടാക്സബിൾ ഇൻകം ഫ്രം സാലറി ഉണ്ട് 2,40,40,000. ടാക്സബിൾ എന്ന് പറയണേ, അപ്പൊ എല്ലാ ഡിഡക്ഷനും കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണ്. അപ്പൊ ആ ഹെഡ് ആണ് ആദ്യം എഴുതേണ്ടത് അല്ലേ? അപ്പൊ ആദ്യം എന്താ നമ്മൾ എഴുതേണ്ടത്? ഇൻകം ഫ്രം സാലറി 2,40,40,000. സംശയമൊന്നും ഇല്ലാന്ന് കരുതുന്നു. ഇനി ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് മക്കളെ. ഹൗസ് എയിൽ നിന്ന് നമുക്ക് 45,000 രൂപ ഇൻകം ഉണ്ട്. ബാക്കിയുള്ള ഹൗസ് ബിയിൽ നിന്നും സിയിൽ നിന്നും നമുക്ക് ലോസ് വന്നേക്കണേ. അപ്പൊ എന്ത് ചെയ്യണം? 45,000 35,000 അഡ്ജസ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം ബാക്കി 2 ഹൗസിൽ നമുക്ക് ലോസ് ആണല്ലോ. അപ്പൊ ടോട്ടൽ ലോസ് 35,000. അപ്പൊ 45,000 എന്ത് ചെയ്യണം നമ്മള്? 45,000 30,000 കുറയ്ക്കുക, 5,000 കുറയ്ക്കുക. ബാക്കി നമുക്ക് എന്ത് വരും? 10,000 രൂപ വരും. ഓക്കെ അല്ലേ? ഔട്ടർ കോളത്തിൽ എഴുതണം. 10,000 എന്ത് ചെയ്യണം? കോളത്തിലാണ് എഴുതേണ്ടത്. അവിടെ നിൽക്കട്ടെ, 1 സെക്കൻഡ് അവിടെ നിൽക്കട്ടെ. ഇനി ബിസിനസ് ഇൻകം പറഞ്ഞോ. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഉണ്ട് 1,50,000 രൂപ. പക്ഷെ കറണ്ട് ഇയറിൽ ഒരു 5,000 രൂപ ഡിപ്രീസിയേഷൻ ഉണ്ട്. പിന്നെ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ഉണ്ട്. സ്പെക്കുലേഷൻ പ്രോഫിറ്റ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. സെപ്പറേറ്റ് ആയിട്ട് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി കേട്ടോ. അത് ലോസ് അല്ലല്ലോ. അപ്പൊ ബിസിനസ് ഇൻകം സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യണ്ടേ അറിയാലോ? ഓർഡർ അറിയാലോ? അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് അടിയിൽ വല്ല അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ടാവും, നോക്കാം. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഇനി അടിയിൽ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്, വായിച്ചേ. ഫോളോയിങ് ലോസസ് ഹാവ് ബീൻ ബ്രോട്ട് ഫോർവേഡ് ഫ്രം ദ പ്രിസീഡിംഗ് ഇയർ. കഴിഞ്ഞ വർഷം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ലോസുകൾ ഉണ്ട്. ഏതൊക്കെയാ ലോസുകള്? ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഒരു 12,000 രൂപയുണ്ട്. പറഞ്ഞേ. പിന്നെന്തൊക്കെയുള്ളേ? ബിസിനസ് ലോസ് ഉണ്ട്, ഒരു 8,000 രൂപയുണ്ട്. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി എഴുതിയപ്പോഴ് 30,000 5,000 കുറച്ചപ്പോ നമുക്ക് 10,000 ഇൻകം കിട്ടിയേ അല്ലേ? ആ 10,000 നമുക്ക് ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ ഒരു ലോസ് ഇല്ലേ? ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഇല്ലേ? എത്ര രൂപയുണ്ട്? 12,000. അപ്പൊ 10,000 നമുക്ക് 12,000 കുറയ്ക്കാൻ പറ്റില്ല. ആകെ 10,000 തന്നെയല്ലേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കി 2,000 അപ്പോഴും ബാക്കി വരും. ആ 2,000 നമുക്ക് ഈ വർഷത്തെ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ക്യാരി ഫോർവേഡ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാ? കഴിഞ്ഞ വർഷത്തെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ട്. വെരി ഗുഡ്. ഈ വർഷത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ഔട്ടർ കോളത്തിൽ എഴുതായിരുന്നു, -2,000 എന്ന് പറഞ്ഞിട്ട് അല്ലേ? പക്ഷെ ഇത് കഴിഞ്ഞ വർഷത്തെ അല്ലേ 12,000 ബാക്കി 2,000. സോ നമ്മൾ ഇത് എന്ത് ചെയ്യാ? ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത് 2,000 ഇന്നർ കോളത്തില്. കത്തിയോ? ഒന്നുകൂടെ പറയാം. ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് ഈ വർഷം 45,000 രൂപ ഇൻകം ഉണ്ട്. ബാക്കി 2 ഹൗസിൽ നിന്നും കൂടിയിട്ട് നമുക്ക് 35,000 ലോസ് ആണ്. അപ്പൊ 45,000 35,000 കുറച്ച് ബാക്കി 10,000 രൂപ നമുക്ക് ഈ വർഷം ഇൻകം ഉണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു ലോസ് ഉണ്ട്. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞ വർഷത്തെ 12,000 രൂപ. പക്ഷെ നമ്മുടെ ആകെ 10,000 ഇല്ലേ ഉള്ളൂ ഇൻകം. അപ്പോ ആ 10,000 രൂപ എടുത്തിട്ട് ഈ 12,000 സെറ്റ് ഓഫ് ചെയ്താലും ബാക്കി 2,000 പിന്നെ ലോസ് വരും. ആ ലോസ് നമ്മൾ എന്ത് ചെയ്യുക? C/F എന്ന് പറഞ്ഞിട്ട് ഇന്നർ കോളത്തിൽ എഴുതുക. കത്തിയോ മക്കളെ? സെറ്റ് ആണോ? ഇനി ബിസിനസ് ഇൻകം നോക്കാം. ബിസിനസ് ഇൻകം പ്രോഫിറ്റ് ഫ്രം ബിസിനസ് 1,50,000 ആണ്. അത് എഴുതുമ്പോൾ നമുക്ക് അറിയാം അതിന് ഓർഡർ ഉണ്ട് സെറ്റ് ഓഫ് ചെയ്യാൻ. ആദ്യം എന്താ ചെയ്യണ്ടേ? കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ അത് കുറയ്ക്കണം. ഒരു 5,000 രൂപ ഉണ്ടായിരുന്നല്ലോ, അത് കുറയ്ക്കാം. 1,50,000 5,000 കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. മൈനസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടോ? ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടോ? ഇല്ല. ഓർഡർ നോക്ക്. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അൺഅബ്സോർഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇവിടെ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ മാത്രമാണ് ഇവിടെ തന്നേക്കണം. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ 5,000 രൂപയുണ്ട്. അതുകൂടാണ്ട് അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് ലോസ് കഴിഞ്ഞ വർഷം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത 8,000 രൂപയുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ കറണ്ട് ഇയർ ബിസിനസ്സിലെ ഇൻകം ആയിട്ടുള്ള 1,50,000 5,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 1,40,45,000 കിട്ടും. അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള
ബിസിനസ് ലോസ് ഒരു 8,000 ഉണ്ട്. അപ്പൊ 1,37,000 രൂപ. കത്തിയോ? Yes. കത്തിയോ? പിന്നെ നമ്മുടെ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് സെപ്പറേറ്റ്, അത് പ്രോഫിറ്റ് ആണല്ലോ, ലോസ് അല്ലല്ലോ. നമുക്ക് അതൊരു ഇൻകം ആണ്. അപ്പൊ ടോട്ടൽ 1,43,000 ആണ് നമ്മുടെ ഇൻകം ഫ്രം ബിസിനസ്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ക്ലിയർ? ഇനി നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ പറഞ്ഞോ. ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. നമുക്ക് മക്കളെ കഴിഞ്ഞ വർഷം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഇല്ലേ? 12,000 രൂപ ഇല്ലേ? 12,000 രൂപ ക്യാപിറ്റൽ ലോസ് ഉണ്ട് കേട്ടോ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മുടെ ആകെ എത്രയുള്ളൂ? 7,000. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വന്നാൽ എന്തായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ 12,000 നമുക്ക് എന്തുണ്ട്? ലോസ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 7,000 നിന്ന് 12,000 കുറയ്ക്കാൻ പറ്റുമോ? അപ്പോഴൊരു 5,000 രൂപ ലോസ് വരില്ലേ? ആ ലോസ് നമ്മൾ എന്ത് ചെയ്യണം? 7,000 നിന്ന് 12,000 കുറച്ച് ബാക്കിയുള്ള 5,000 രൂപ ലോസ് എന്ത് ചെയ്യണം? ക്യാരി ഫോർവേഡ് ചെയ്യണം. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 14,000 ഔട്ടർ കോളത്തിൽ എഴുതാം. എല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. അതാണ് നമ്മുടെ GTI 3,97,000. കത്തിയ മക്കൾ എല്ലാവർക്കും? സെറ്റ് ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ക്ലിയർ ആണോ? ഇതിൽ ഏതെങ്കിലും ഹെഡ് ഓഫ് ഇൻകം ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. ഏതെങ്കിലും ഹെഡ് ഓഫ് ഇൻകം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ല. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഒന്നുകൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. ഓക്കെ സർ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് നമ്മുടെ കയ്യിലുണ്ട്. തിയറിയും പ്രോബ്ലം പഠിക്കും. 2 പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ തിയറി നോക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഡീംഡ് ഇൻകം ക്ലബിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് കേട്ടോ. ഓക്കെ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. തിയറി പഠിക്കണം കേട്ടോ. ഞാൻ അയച്ചിട്ടുള്ള നോട്ട്സ് ഒക്കെ നോക്കാം. ലേറ്റ് ആയി ജോയിൻ ചെയ്തവർക്ക് ഞാൻ അയച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.